Hi all, Superkings JEE GIB question paper discussion ആണ്. Chemistry first question നോക്കുക. The vapor pressure of a given liquid will decrease if. Vapor pressure എന്ന് പറയുന്നത് നമുക്കറിയാം vapors exert ചെയ്യുന്ന pressure ആണ് on the surface of its own liquid. So it is strongly dependent of temperature ആണ് നമുക്ക് ഇവിടെ observe ചെയ്യാൻ കഴിയുന്നത്. So if you see the options, surface area of the liquid is decreased, volume of the liquid in the container is decreased, the volume of the vapor phase is increased, the temperature is decreased. അപ്പോൾ നമുക്ക് വേപ്പർ പ്രഷർ കുറയണമെങ്കിൽ ടെമ്പറേച്ചർ ഷുഡ് ഡിക്രീസ്. കാരണം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടാവുന്നു, വേപ്പർ പ്രഷർ കൂടുന്നു. അങ്ങനെയാണ് മാക്സിമം ടെമ്പറേച്ചർ എത്തുമ്പോൾ നമുക്ക് ബോയിലിംഗ് വരെ ഉണ്ടാവുന്നത്, റൈറ്റ്? സോ ഇതിൽ ഏറ്റവും പ്രോപ്പറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്. എ സെൽ റിയാക്ഷൻ വുഡ് ബി സ്പോണ്ടേനിയസ് ഇഫ് സെൽ പൊട്ടൻഷ്യൽ ആൻഡ് ഡെൽറ്റ ജി ആർ റെസ്പെക്റ്റീവ്ലി. Any reaction is spontaneous when the delta G of the reaction is negative. അപ്പോൾ ഡെൽറ്റ ജി നമുക്ക് എന്തായാലും നെഗറ്റീവ് വരണം. ഡെൽറ്റ ജി എന്ന് പറയുന്നത് -NFE ആണ് എന്ന് നമുക്കറിയാം, which implies E cell should be positive. എങ്കിൽ മാത്രമാണ് ഡെൽറ്റ ജി നെഗറ്റീവ് ആകുള്ളൂ. So cell potential should be positive and delta G should be negative. Your answer will be option 2. For a binary ideal liquid solution, the total vapor pressure of the liquid solution is given as. രണ്ട് രീതിയിൽ നമുക്കിത് എഴുതാം. ഒന്ന്, ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പേരുണ്ട്, രണ്ട് പേരെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴുള്ള ടോട്ടൽ പ്രഷർ ഈസ് ഗിവൺ ബൈ റൗൾസ് ലോ, which is written as PT is equal to total pressure is equal to P0A chi A plus P0B chi B. ഇത് നമ്മൾ നോർമലായിട്ട് എഴുതുന്ന എക്സ്പ്രഷൻ ആണ്. അതിൽ chi Aക്ക് പകരം 1 മൈനസ് chi B എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ chi Bക്ക് പകരം 1 മൈനസ് chi A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ ചെയ്യാം. അങ്ങനെ ചെയ്താൽ ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു P0A chi A plus P0B chi Bക്ക് പകരം ഞാൻ 1 മൈനസ് chi A എന്ന് എഴുതുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു P0A chi A plus P0B മൈനസ് P0B chi A. അപ്പോൾ എനിക്കിവിടെ എഴുതാൻ പറ്റുന്നത് ദിസ് ഈസ് P0B പ്ലസ് വെച്ചിട്ടുള്ളത് നമുക്ക് എഴുതണം P0A മൈനസ് P0B ഇൻറ്റു chi A എന്ന് നമുക്ക് എഴുതാം. സോ ദാറ്റ് യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. ഇതേപോലെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഇക്വേഷനിൽ chi Aക്ക് പകരം 1 മൈനസ് chi B എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എഴുതാം. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. Electrolytes, when dissolved in water, dissociates into ions because they are unstable. The water dissolves it. The force of repulsion increases. The force of electrostatic attraction is broken by the water. ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അയോണുകളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ്. ഫോർ എക്സാമ്പിൾ NaCl എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് ആണ്. They are strongly held by electrostatic force of attraction. പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ഷൻസ് അവിടെയുണ്ട്. വെള്ളം വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ വെള്ളത്തിലേക്ക് ഇടുമ്പോഴേക്ക് ഹൈഡ്രേഷൻ വിൽ ഹാപ്പൻ ആൻഡ് വാട്ടർ വിൽ ബ്രേക്ക് ദം ഇൻ ടു അയോൺസ്. അതുകൊണ്ട് വാട്ടർ ആണ് ആക്ച്വലി ഇതിന് റെസ്പോൺസിബിൾ ആവുന്നത്. അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കുറച്ചുകൊണ്ട് നമുക്ക് ഡിസോൾവ് ചെയ്യിക്കുന്നു. സോ സോൾവെന്റിന്റെ സോൾവേഷൻ പ്രോസസ് ആണ് അവിടെ ആക്ച്വലി നടന്നിരിക്കുന്നത്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് C6H6 which is your benzene, methanol, aniline and nitrobenzene are 80 degrees Celsius, 65 degrees Celsius, 184 and 212 degrees Celsius respectively, which will show the highest vapor pressure എന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരാളുടെ വേപ്പർ പ്രഷർ കൂടിയാൽ അവരുടെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കണം. കാരണം വേപ്പർ പ്രഷർ കൂടി മാക്സിമം എത്തുമ്പോഴാണ് ബോയിൽ ചെയ്യുക. ഓൾറെഡി വേപ്പർ പ്രഷർ വളരെ ഹൈ ആണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കുറവ് മതി. സോ നമുക്കിവിടെ ഹയസ്റ്റ് വേപ്പർ പ്രഷർ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് യു നീഡ് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവുള്ള ആൾക്കാരെ നോക്കണം. ബോയിലിംഗ് പോയിന്റുകൾ നമുക്ക് തന്നിരിക്കുന്നു. അതിൽ ഏറ്റവും ചെറിയ വാല്യൂ രണ്ടാമത് കൊടുത്തിരിക്കുന്ന മെഥനോളിനാണ്. Therefore your answer should be option B. At equilibrium, ഇക്വിലിബ്രിയത്തിൽ എന്താണ് നമുക്ക് സീറോ ആവുന്നത്? സെൽ പൊട്ടൻഷ്യൽ വിൽ ബി സീറോ ആൻഡ് ഡെൽറ്റ ജി വിൽ ബി സീറോ. E0 സെൽ ഒരിക്കലും സീറോ ആവുന്നില്ല ബിക്കോസ് ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ആണ്. അണ്ടർ ദ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഇവിടെ ഈ സെല്ലായിരിക്കും നമുക്ക് സീറോ ആയിട്ട് മാറുന്നത് ആൻഡ് ഡെൽറ്റ ജി സീറോ. അത് നമ്മൾ ഇക്വേഷൻസ് പ്രകാരമൊക്കെ നമ്മൾ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാറുണ്ട്. ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ബൈ N ലോഗ് QC എന്ന് എഴുതുകയും ഇക്വിലിബ്രിയം ആകുമ്പോൾ ഈ സെല്ല് സീറോ ആയി. അങ്ങനെയാണ് നമ്മൾ E0 സെൽ ഈസ് ഈക്വൽ ടു 0.0591 ബൈ N ലോഗ് K എന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായിട്ടുള്ള റിലേഷൻ എഴുതുന്നത്. 6 gram of urea with molecular mass 60 was dissolved in 9.9 moles of water. If the vapor pressure of pure water is P0, the vapor pressure of the solution ആണ് ചോദ്യം. നമുക്ക് എപ്പോഴും ഒരു സോൾവെന്റിന്റെ വേപ്പർ പ്രഷറും സൊല്യൂഷന്റെ വേപ്പർ പ്രഷറും തന്ന് ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആക്യുറേറ്റ് ആയിട്ട് ആൻസർ കിട്ടാൻ യു ബെറ്റർ ഗോ വിത്ത് ദ ഇക്വേഷൻ P0A minus PA
divided by PA is equal to number of moles of solute by number of moles of solvent. നമ്മൾ നോർമലി പഠിച്ചിരിക്കുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ P0A minus PA divided by P0A is equal to CHI-B എന്നുള്ളതാണ്. ബട്ട് ഫോർ ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ ആക്യുറേറ്റ് ആയിട്ട് ഈസി ആയിട്ട് കിട്ടാൻ നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യാം. അവിടെ P0 ആണ് സോൾവെൻറ്റിൻ്റെ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ. ഇവിടെ അത് P0 എന്ന് എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. മൈനസ് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ അതിനെ P എന്ന് എഴുതാം. വാട്ട് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്? ഇറ്റ് ഈസ് മാസ് ബൈ മോളാർ മാസ് 6 gram by 60 gram which is equal to 0.1. And number of moles of solvent already തന്നിട്ടുണ്ട് 9.9 moles of water ആണ്. So this is equal to 0.1 by 9.1 or it is 1 by 99. ഞാൻ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാണ്. So this is P0 by P minus 1 is equal to 1 by 99. P0 by P is equal to 1 by 99 plus 1 ആണ് which is equal to 100 by 99 or P is equal to 99 by 100 P0. Therefore, P is equal to 0.99 P0 and the answer നമുക്ക് എഴുതാം. Your answer will be option D. If X is the specific resistance of the electrolyte, specific resistance എന്ന് പറയുന്നത് resistivity ആണ്. അപ്പോൾ resistivity നമുക്ക് തന്നിരിക്കുന്നു X എന്ന് പറയുന്നു. And Y is the molarity of the solution, then lambda M. അതിൽ resistivity തന്നിരിക്കുന്നത് Siemens inverse സെൻറ്റിമീറ്ററിലും ആൻഡ് ലാംഡ എം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Siemens centimeter square per മോളിലുമാണ്. And we know that lambda M is equal to Siemens centimeter square കിട്ടാൻ you can go for the equation 1000 K by M. K എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി ഇൻ Siemens centimeter inverse ആണ്. M molarity ആണ്. അതുകൊണ്ട് K നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? K കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് ആണ്. So K is equal to 1 by resistivity or 1 by X എന്ന് വിളിക്കാം. And that is Siemens centimeter inverse ആണ് യൂണിറ്റ്. ഇതിൻ്റെ നേരെ ഇൻവേഴ്സ്. ലാംഡ M ആണ് നമുക്ക് എഴുതേണ്ടത്. So that is equal to 1000 into Kക്ക് പകരം 1 by X എന്ന് എഴുതാം. Molarity is Y, right? So your answer will be lambda M is equal to 1000 by XY. C is your answer. Which of the following is not a colligative property? Any colligative property എന്ന് പറയുന്നത് it is decided by the number of particles. അപ്പോൾ ആ colligative property number of particles കൂടുമ്പോൾ കൂടുകയും number of particles കുറയുമ്പോൾ കുറയുകയും ചെയ്യുന്നവരാണ് colligative properties. നമ്മൾ പഠിച്ചിരിക്കുന്ന colligative properties lowering or relative lowering in vapor pressure, elevation in boiling point, depression in freezing point and osmotic pressure ആണ്. Vapor pressure is not a colligative property. Lowering or relative lowering in vapor pressure ആണ് colligative property ആവുന്നത്. Resistance of 0.1 molar KCl solution in a conductance cell. Resistance is given 300 ohm and conductivity is 0.013 Siemens centimeter inverse. What is the value of cell constant? Conductivity എന്ന് പറയുന്നത് conductance into cell constant ആണ്. Conductance എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ ആണ്. Therefore, cell constant is equal to resistance into conductivity. Resistance 300 ohm ആണ്. Conductivity 0.013 Siemens centimeter inverse ആണ്. Siemenum ohmum inverse ആണ്, അവർ ക്യാൻസൽ ആവുന്നു. So this is equal to നമുക്ക് കിട്ടുന്നത് 300 centimeter inverse. So that is equal to 3.9 centimeter inverse, option A. At 25 degrees Celsius, the vapor pressure of pure liquid A, pure liquid in a P0A എന്ന് ഞാൻ വിളിച്ചു, it is 100 torr, while the pure liquid B is 40 torr. Vapor pressure ആണ് ചോദ്യം, containing 20 gram each of A and B. Total vapor pressure കണ്ടുപിടിക്കാൻ നമുക്കറിയാം, according to Raoult's law, it is P0A Chi-A plus P0B. രണ്ടുപേരെ മിക്സ് ചെയ്താൽ അപ്പോൾ Chi-A എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനെ നമ്പർ ഓഫ് മോൾസ് ഓഫ് A കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് മാസ് ബൈ മോളാർ മാസ് ഓഫ് A which is equal to 1/2. നമ്പർ ഓഫ് മോൾസ് ഓഫ് B എന്ന് പറയുന്നത് മാസ് അഗൈൻ 20 gram ബൈ മോളാർ മാസ് ഓഫ് B is 80 which is 1/4. അപ്പം ഞാൻ ഇതിനെ 2/4 എന്ന് എഴുതാം. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് A എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് A ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. സോ ദാറ്റ് ഈസ് 2/3. മോൾ ഫ്രാക്ഷൻ ഓഫ് B is equal to number of moles of B by total number of moles ആണ്. So that is 1/3. അപ്പോൾ നമുക്കിനി ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു P0A 100 into Chi-A 2/3 പ്ലസ് P0B വിച്ച് ഈസ് 40 into 1/3. അപ്പോൾ എനിക്ക് 240/3 എന്ന് കിട്ടും, വിച്ച് ഈസ് 80 torr. Therefore, vapor pressure of the solution will be 80 torr.
An aqueous solution containing 1 molar each of Au3 plus, Cu2 plus, Ag plus and Li plus is being electrolyzed by using inert electrodes. The value of standard reduction potentials and their reduction potentials are given. Ag plus bar Ag. എല്ലാവരുടെയും reduction potentials തന്നിരിക്കുകയാണ് 0.80, 0.34, 1.50, minus 3.03 volt. With increasing voltage, the sequence of the deposition of the metal on the cathode. So when you consider here, ഇവിടെ സംഭവിക്കുന്നത് കറണ്ട് കൊടുത്തിട്ട് deposition ആരൊക്കെ തരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. And you should understand this is an aqueous solution. അത് ചോദ്യത്തിൽ already തന്നിട്ടുണ്ട്. ഞാനൊരു aqueous solution എടുക്കുമ്പോൾ, see, എൻ്റെ കയ്യിൽ കാഥോഡും ഉണ്ട്, ആനോഡും ഉണ്ട്. Cathode is negatively charged and anode is positively charged. നെഗറ്റീവ് ചാർജുള്ള സിസ്റ്റത്തിലേക്കാണ് പോസിറ്റീവ് ചാർജ് ഉള്ളവർ വരിക. അപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യം Au3+ഉം എക്വ സൊല്യൂഷൻ ആയതുകൊണ്ട് വാട്ടർ കൂടി പ്രസന്റ് ആണ്, അല്ലെങ്കിൽ H+ ആയിട്ട് നിങ്ങൾക്ക് അതിനെ അസ്യൂം ചെയ്യാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിൽ വരുന്നത് മെറ്റൽ അയോണും അതുപോലെ H+ഉമാണ്. ഒരു മെറ്റൽ അയോണും വാട്ടർ അല്ലെങ്കിൽ H+ വന്നു കഴിഞ്ഞാൽ ഡെപ്പോസിഷൻ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇഫ് ദേ ആർ ഹാവിങ് ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ റിഡക്ഷൻ ആണ്, കാഥോഡാണ്. അപ്പം മെറ്റലിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമ്മുടെ ഹൈഡ്രജനേക്കാളും കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ്ലി മെറ്റലിനാണ് റിഡക്ഷൻ നടക്കുക, കാരണം റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. സോ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളവർക്കായിരിക്കും ഡെപ്പോസിഷൻ നടക്കുക. സോ യു നീഡ് ഹയർ E0 വാല്യൂ. ഷീഡ് അത് നമ്മൾ 0 ആയിട്ട് എടുത്തത് കൊണ്ട് തന്നെ പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യലുള്ള എല്ലാവരും ഡെപ്പോസിറ്റ് ചെയ്യും. എന്നാൽ ഇവിടെ ലിഥിയത്തിന് മാത്രം നെഗറ്റീവാണ്. അപ്പം ലിഥിയം ആൻഡ് H+ വന്നു കഴിഞ്ഞാൽ ലിഥിയത്തിനല്ല, ഹൈഡ്രജൻ ആയിരിക്കും അവിടെ ലിബറേറ്റ് ചെയ്യുന്നത്. ലിഥിയം പ്ലസ് കനോട്ട് ബി ഡെപ്പോസിറ്റഡ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ വിത്ത് ഇൻക്രീസ് ഇൻ ദ വോൾട്ടേജ് ദ സീക്വൻസ് ഓഫ് ഡെപ്പോസിഷൻ എന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ ഓപ്ഷൻസിലും നമുക്ക് ലിഥിയത്തെ കാണാം. ലിഥിയം ഇല്ലാത്ത 3 ഓപ്ഷൻസ് ഇത് മാത്രമാണ്. Therefore you have to go for the option B. 1 mole of a solute A is dissolved in a given volume of solvent. The association of the solute takes place as follows: Na associates to give you An. If alpha is the degree of association of A, the Van Hoff factor is expressed as. Van Hoff factor കണ്ടുപിടിക്കാൻ ഒന്നുകിൽ ആൽഫ ഈസ് ഈക്വൽ ടു I-1 by 1 minus n-1 എന്നുള്ള ഇക്വേഷൻ ഓർമ്മിക്കാം, ഓർ I ഈസ് ഈക്വൽ ടു 1 plus 1 by n-1 into ആൽഫ എന്ന് ആലോചിക്കാം. റെഡി അല്ലേ? So that is equal to 1 plus 1 by n into alpha, it is alpha by n minus alpha. So I is equal to 1 plus alpha by n minus alpha. Your option will be C. When two half cells of electrode potentials of E01 and E02 are combined to form half cell of electrode potential E3. രണ്ട് ഹാഫ് സെല്ലുകൾ തന്നിരിക്കുന്നു, E1ഉം E2ഉം. അതിനെ കമ്പൈൻ ചെയ്തിട്ട് മറ്റൊരു ഹാഫ് സെൽ ഉണ്ടാക്കിയിരിക്കുന്നു. മറ്റൊരു കംപ്ലീറ്റ് സെൽ അല്ല, മറ്റൊരു ഹാഫ് സെൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ദെൻ E03 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ് ചോദ്യം. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, രണ്ട് ഹാഫ് സെല്ല് തന്നിട്ട് നമ്മളൊരു സെല്ലാണ്, ഒരു കംപ്ലീറ്റ് സെല്ലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ E0 സെൽ എന്ന് പറയുന്നത് ഹയർ വാല്യൂന്ന് ലോവർ വാല്യൂ മൈനസ് ചെയ്താൽ മതി. റൈറ്റ്? then you will go for the option A. But here രണ്ട് പേരെയും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ആ രണ്ട് പേരുടെ ഇക്വേഷനിൽ നിന്ന് മൂന്നാമതൊരു സെല്ലിനെ അല്ല, ഒരു ഹാഫ് സെല്ലിനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സെല്ലും രണ്ടാമത്തെ സെല്ലിനെയും ഹാഫ് സെല്ലിനെയും കമ്പൈൻ ചെയ്തിട്ട് മൂന്നാമതൊരു ഹാഫ് സെല്ലിനെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആൻഡ് യു നോ നമ്മൾ ഇതുപോലെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ ജി എനർജി, ഗിബ്സ് ഫ്രീ എനർജി അഡിറ്റീവ് ആണ്. സോ ഡെൽറ്റ G1 പ്ലസ് ഡെൽറ്റ G2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ G3 എന്ന് എഴുതാം. ഡെൽറ്റ ജി എന്ന് പറയുന്നത് മൈനസ് NF അല്ലേ? സോ ദിസ് ഈസ് മൈനസ് N1F E1 plus minus N2F E2 is equal to minus N3F E3. അതിൽ മൈനസ് എല്ലാത്തിലും ഉണ്ട്, F എല്ലാത്തിലും ഉണ്ട്. It get cancelled. Therefore N1 E1 plus N2 E2 is equal to N3 E3. E3 is equal to N1 E1 plus N2 E2 by N3. So you should go for the option B here. കാരണം കോമ്പിനേഷനിൽ നമ്മൾ അഡിറ്റീവ് കോമ്പിനേഷൻ തന്നെ എടുക്കണം. റൈറ്റ്? സോ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ. യു ഹാവ് ടു കൺസിഡർ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഫോർ ദാറ്റ് ഹാഫ് സെൽ ആണ്. റെഡി? അടുത്ത ചോദ്യം, when 1% mass by volume KCl solution is ionized to an extent of 80%, 80% അയണൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓർ ഡിസോസിയേഷൻ ഈസ് 80 by 100, 0.8. The osmotic pressure at 27 degrees Celsius. 27 degrees Celsius is 300 Kelvin.
Osmotic pressure pi is equal to ICRT എന്ന് നമുക്കറിയാം. I എങ്ങനെയാ കണ്ടുപിടിക്കുക? For dissociation, I is equal to 1 plus n minus 1 into alpha. So that is 1 plus. N എന്ന് പറയുന്നത് KCl K പ്ലസും Cl മൈനസും 2 അയോണുകളുണ്ട്. So N is 2. N എന്ന് പറയുന്നത് maximum number of ions present in the molecular formula. 2 പേരുണ്ട്. Minus 1 into alpha is 0.8. So I നമുക്ക് കിട്ടിക്കഴിഞ്ഞു. It is 1.8 into. C എന്ന് ഉദ്ദേശിക്കുന്നത് കോൺസെൻട്രേഷൻ ആണ്, മൊളാരിറ്റി ആണ്. പെർസെൻറ്റേജ് ബൈ മാസ് തന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പെർസെൻറ്റേജ് ബൈ മാസ് ബൈ വോള്യം ഇൻറ്റു 10 ബൈ MB. മൊളാരിറ്റി നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ അർത്ഥം 1 ഗ്രാമിനെയാണ് നമ്മൾ 100 ml ഡിസോൾവ് ചെയ്തതെന്നാണ്. അപ്പോൾ 1000 ml നമ്മൾ 10 ഗ്രാമിന് ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും. അതിനെ MB വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് മാസ് ബൈ വോള്യം ഈസ് 1 ഇൻറ്റു 10 by MB is 74.5. R ആണ്. R should be നമുക്ക് ATM കിട്ടേണ്ടത് കൊണ്ട് 0.0821 ലിറ്റർ ATM per Kelvin per mole ആയിരിക്കണം. നമുക്ക് ഇവിടെ അപ്രോക്സിമേഷൻ ചെയ്യാം ബിക്കോസ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 1/12 ആൻഡ് T ഈസ് 300. 12 300ൽ 25 ടൈംസ് പോകും. 74.5നെ ഞാൻ 75 ആയിട്ട് അസ്യൂം ചെയ്താൽ അത് 3 ടൈംസ് പോകും. 3 ഇവിടെ 0.6 ടൈംസ് പോകും. സോ യു ഗെറ്റ് 6 ATM. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് കിട്ടിയിരിക്കുന്നത് 6 ATM ആണ്. ആൻഡ് യെസ് ഡെഫിനറ്റ്ലി നമ്മളിവിടെ ചെറിയ രീതിയിൽ അപ്രോക്സിമേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6നോട് വളരെ ക്ലോസ് ആയിരിക്കുന്ന വാല്യൂ എടുക്കണം. ഒരുപാട് വേരിയേഷൻസ് ഇല്ല. 6.95 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 7നോട് ക്ലോസ് ആയിരിക്കുന്ന വാല്യൂ ആണ്. അത് പാടില്ല. സോ യുവർ ആൻസർ ഷുഡ് ബി B. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. ഓക്കെ. പാസേജ് ഓഫ് കറന്റ് ഫോർ 548 seconds through a silver coulometer results in the deposition of 0.746 gram of silver. What is the current in it? ഒന്നുകിൽ നമുക്ക് directly you can go for the equation mass deposited is equal to Z into Q. What is Z? It is equivalent mass by 96500. What is Q? It is I into T. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കിയേ, മാസ് നമുക്ക് തന്നിരിക്കുകയാണ്. Equivalent mass നമുക്കറിയാം. Equivalent mass of Ag is molar mass or atomic mass by valency factor. Atomic mass 108 ആണ്. Ag പ്ലസ് അല്ലേ, ഒരു ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫറേ നടക്കുള്ളൂ. വാലൻസി ഫാക്ടർ 1 ആണ്. ഇക്വലന്റ് മാസ് അറിയാം. I നമുക്ക് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ കറന്റ് ഇൻ ആംപിയർ ആൻഡ് ടൈം നമുക്ക് തന്നിരിക്കുന്നു. സോ directly you can go for substitution. 0.746 is equal to equivalent mass by 96500 into I into time is 548 seconds. അപ്പോൾ എല്ലാ ആൾക്കാരും SI യൂണിറ്റിൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഐ മീൻ I ആൻഡ് T സെക്കൻഡ്സിലും I ആംപിയറിലുമാണ് നമ്മൾ എടുക്കേണ്ടത്. ഈക്വലൻ്റ് മാസ് ഗ്രാമിലായതുകൊണ്ട് നമ്മുടെ നോർമൽ മാസും ഗ്രാമിൽ തന്നെയാണ്. നമ്മളിത് സോൾവ് ചെയ്യുന്നു ആൻഡ് യു ഗെറ്റ് I is equal to 1.22 ampere. So your answer will be option A. Which will form maximum boiling azeotrope? ഒരാൾ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് കാണിക്കണമെങ്കിൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് വളരെ ഹൈ ആയിരിക്കണം, അഥവാ അവരുടെ വേപ്പർ പ്രഷർ കുറവായിരിക്കണം. വേപ്പർ പ്രഷർ കുറവുള്ളവരെ ദേ ആർ ആക്ച്വലി നെഗറ്റീവ് ഡീവിയേഷൻ ഷോയിങ് പാർട്ടിക്കിൾസ്, റൈറ്റ്? ഐ മീൻ സൊല്യൂഷൻ. അപ്പോൾ ദേ വിൽ ഹാവ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്നത് നോർമലി ആസിഡ് പ്ലസ് ബേസ് ഓർ ആസിഡ് ആൻഡ് വാട്ടർ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു ബെൻസീൻ ആൻഡ് ടൊളുവീൻ ഇസ് ഡെഫിനറ്റ്ലി ആൻ ഐഡിയൽ സൊല്യൂഷൻ. അതൊരിക്കലും ആൻസർ വരില്ല. അത് സിമിലർ ടൈപ്പ് ആണ്. HNO3 ആൻഡ് H2O യെസ് അവരാണ്. കാരണം അവിടെ നമുക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് കാണാൻ പറ്റും. AB ബോണ്ട് സ്ട്രോങ് ആകുന്നതാണ് നെഗറ്റീവ് ഡീവിയേഷൻ. സോ ദർ ഈസ് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിലിറ്റി. അതുകൊണ്ട് ഓപ്ഷൻ B ആയിരിക്കും നമുക്ക് വരുന്ന ആൻസർ. When a dilute solution of H2SO4 is electrolyzed, the product at anode. നമുക്കറിയാം, നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കാഥോഡും ഉണ്ട് ആനോഡും ഉണ്ട്. ആനോഡ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ആനോഡിലുള്ളവരെ മാത്രമാണ് ചോദ്യം. കാഥോഡ് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ H2SO4ൽ H+ ഉണ്ട്. H+ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. വാട്ടറിലും H+ ഉണ്ട്. ആനോഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ SO4 2- OH- ഉണ്ട്. യെസ്, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് SO4 2- ഓക്സിഡേഷൻ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ നമുക്കത് S2O8 2- ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ അത് ഓപ്ഷനിലില്ല. അപ്പോൾ തന്നെ വളരെ ഈസി ആയിട്ട് ആൻസർ പറയാൻ വേണ്ടി പറ്റും. H- ആവാൻ കഴിയില്ല, OH- ആവാൻ കഴിയില്ല. ബിക്കോസ് യു നീഡ് ദി ഫൈനൽ പ്രോഡക്റ്റ്. ആനോഡിൽ OH- ഓക്സിഡേഷൻ നടക്കുന്നു. സോ ദി ഫൈനൽ പ്രോഡക്റ്റ് വിൽ ബി O2. അപ്പോൾ അതിൻ്റെ റീസൺ ഓക്സിഡേഷൻ ടെൻഡൻസി ഫോർ OH- ഈസ് ഗ്രേറ്റർ. OH- SO4 2- വരുമ്പോഴേക്ക് നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് O2 ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഈസ് വെരി ഹയർ. അപ്പോൾ വാട്ടറിൻ്റെ ഓക്സിഡേഷൻ നടന്നിട്ട് ഓക്സിജൻ അവിടെ റിലീസ് ചെയ്യുന്നു. പ്രോഡക്റ്റ് ഓക്സിജൻ ആയിരിക്കും.
A solution containing 1.8 gram of a compound with empirical formula CH2O in 40 gram of water is observed to freeze at minus 0.465 degrees Celsius. The molecular formula of the compound ആണ് ചോദ്യം. ഓൾറെഡി എംപെരിക്കൽ ഫോർമുല ഉള്ളത് കൊണ്ട് തന്നെ ഓപ്ഷൻ ബി നമുക്ക് കട്ട് ചെയ്ത് കളയാം. മോളിക്കുലർ ഫോർമുലയാണ് നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ്, റെഡി. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് നോക്കുക. അതിൻ്റെ ഫ്രീസിങ് പോയിന്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് യു ആർ ഏബിൾ ടു റൈറ്റ് ദിയർ ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ. അപ്പോൾ എനിക്ക് ഡെൽറ്റ ടി എഫ് എഴുതാം. ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു 0.465 ഡിഗ്രി സെൽഷ്യസ് ഓർ കെൽവിൻ. Mass of the compound is given. Mass of the solute is 1.8 gram. Molar mass of the solute നമ്മൾ കണ്ടുപിടിക്കണം. 40 gram of water ആണ്, which is mass of solvent ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. So you can use this equation. Delta TF is equal to I into KF into M. Delta TF 0.465 is equal to I should be taken as 1. വേറെ ഡാറ്റ ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇത് ഓർഗാനിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് ഡിസോസിയേഷൻ നടക്കുന്നില്ല എന്ന് പരിഗണിക്കണം. KF തന്നിരിക്കുന്നു. Molarity, it is mass of solute by molar mass of solute. അത് കണ്ടുപിടിക്കണം. By mass of solvent in kilogram. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുണ്ട്. റൈറ്റ്. സോ MB is equal to 1.86 into 1.8 into 25 by 0.465 ആണ് നമുക്കിതിൽ കിട്ടുന്നത്. ഓക്കെ, 0.46 വേണമെങ്കിൽ ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്യാം. 0.5 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 1/0.5 മേലേക്ക് വരുമ്പോൾ 50 ആയി. സോ 1.8 into 1.8 324 ആണ്. 3.24 into 50 ഒക്കെ ഞാൻ എടുത്താൽ ഓക്കെ. സോ യു വിൽ ബി ഗെറ്റിംഗ് 160, 170 ആൻഡ് എബോവ് ആയിരിക്കും കിട്ടുക. ഞാനിവിടെ അപ്രോക്സിമേഷൻ ചെയ്യുന്നത് നമുക്ക് വളരെ ലാവിഷായിട്ട് അപ്രോക്സിമേഷൻ ചെയ്യാം. ബിക്കോസ് ഓപ്ഷൻസ് ആർ ഗിവൺ. ഇത് ആക്യുറേറ്റ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 180 എന്നാണ്. 180 നമുക്ക് മോളിക്കുലർ മാസ് വന്നിരിക്കുന്നയാൾ. യെസ്, 180 എന്ന് വരുമ്പോൾ വൺസ് യു ഹാവ് എംപെരിക്കൽ ഫോർമുല യു ആർ ഏബിൾ ടു ഫൈൻഡ് ദി മോളിക്കുലർ ഫോർമുല. 180 വരുന്ന ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, the EMF of the following galvanic cells are given. അതിൻ്റെ EMF E1, E2, E3, E4 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. So when you are given with a galvanic cell equation, you know Nernst equation ആണ് നമുക്ക് EMF പറയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. It is given by the formula E cell is equal to E0 cell minus 0.0591 by N is the number of electron transferred log product by reactant. പ്രോഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആനോഡിക് അയോണുകളുടെ കോൺസെൻട്രേഷൻ ആണ്. അതായത് സിങ്ക് Zn2+ ആയാൽ അതാ പ്രോഡക്റ്റ്. Cu2+ Cu പ്രോഡക്റ്റിനെ മൈൻഡ് ചെയ്യേണ്ടതില്ല. ദിസ് ഈസ് റിയാക്റ്റൻ. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എൻ്റെ EMF കൂടുതലാവണമെങ്കിൽ ആലോചിച്ച് നോക്കിയേ, ഈ വാല്യൂ കൂടുതലാവണമെങ്കിൽ നമുക്ക് ഇത് പോസിറ്റീവ് ആയിരിക്കണം അല്ലേ, അഥവാ ഈ നെഗറ്റീവ് വാല്യൂ വളരെ ചെറുതായിരിക്കണം. ഓർ ലോഗ് ഓഫ് P/R നമുക്ക് വളരെ ചെറുതായിരിക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രോഡക്റ്റുകൾ കുറയുകയോ റിയാക്റ്റൻ്റ് കൂടുകയോ ചെയ്താൽ നമ്മുടെ കയ്യിലുള്ള EMF കൂടുതലായിരിക്കും E0 സെല്ലിനേക്കാളും. നേരെ മറിച്ച് പ്രോഡക്റ്റ് കൂടിയാൽ ലോഗിൻ്റെ വാല്യൂ കൂടും, നെഗറ്റീവ് വാല്യൂ കൂടും, അപ്പോൾ EMF കുറയും. അപ്പോൾ ഈ സെൽ എന്ന് പറയുന്നത് നമ്മുടെ E0 സെല്ലിനേക്കാളും കുറവായിരിക്കും. ഇതാണ് നമ്മുടെ കയ്യിലുള്ള കീ ഐഡിയ. സോ ഈ ഐഡിയ വെച്ച് നമുക്കിത് പരിഗണിച്ച് നോക്കിയാൽ ഒന്നാമത്തെ കേസിൽ നോക്കിയേ. ഒന്നാമത്തെ കേസിൽ പ്രോഡക്റ്റ് 1 മോളാർ, റിയാക്റ്റൻ്റ് 1 മോളാർ. പ്രോഡക്റ്റിനും റിയാക്റ്റൻറ്റിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആണെങ്കിൽ ലോഗ് 1 ആ വാല്യൂ 0 ആവുകയും EMF E0 സെല്ലിനോട് ഈക്വൽ ആവുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ പ്രോഡക്റ്റ് 0.1 ആണ്, റിയാക്റ്റൻ്റ് 1 ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി പ്രോഡക്റ്റ് കുറവാണ്, റിയാക്റ്റൻ്റ് കൂടുതലാണ്. പ്രോഡക്റ്റ് കുറയുകയും റിയാക്റ്റൻ്റ് കൂടുകയും ചെയ്താൽ എന്താ സംഭവിക്കുക? അതിൻ്റെ EMF E0 സെല്ലിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ രണ്ടാമത്തതിൻ്റെ EMF കൂടുതലാണ്. മൂന്നാമത്തെ കേസിൽ പ്രോഡക്റ്റ് 1 മോളാറും റിയാക്റ്റൻ്റ് 0.1 മോളാറുമാണ്. അപ്പോൾ പ്രോഡക്റ്റ് കൂടുതലാണ്, റിയാക്റ്റൻ്റ് കുറവാണ്. പ്രോഡക്റ്റ് കൂടിയാൽ EMF കുറയും. സോ E3 എന്ന് പറയുന്നത് E0 സെല്ലിനേക്കാളും കുറവാണ്. നാലാമത്തെ കേസിൽ റിയാക്റ്റൻറ്റിനും പ്രോഡക്റ്റിനും ഒരേ കോൺസെൻട്രേഷൻ ആയി കഴിഞ്ഞാൽ യെസ് ആ ലോഗ് വാല്യൂ ക്യാൻസലായി പോകുന്നു. അപ്പോൾ E4 ഈസ് ഈക്വൽ ടു E0. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് നമുക്ക് വരുന്നത് E2 ആണ് അല്ലേ. E0യേക്കാളും കൂടുതലായിട്ട് E2 വന്നു, പിന്നെ E0യേക്കാളും കുറവായിട്ട് E3 വന്നു.
E1-നും E4-നും E0-യുടെ അതേ ഓർഡർ ആണ്. സോ യുവർ ഓപ്ഷൻ വിൽ ബി ഡി. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഇതിനെ ആലോചിച്ച് അനലൈസ് ചെയ്ത് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, let us consider this question. The molarity of the solution prepared by integer type question ആണ്, so approximation ചെയ്യാൻ പാടില്ല. You have to go for the complete calculation. Molarity of the solution prepared by dissolving 6.3 gram of oxalic acid in 250 ml of water in mole per liter is x into 10 raised to minus 2 x ആണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു molarity is equal to, it is mass of solute by molar mass of solute into 1000 by volume of the solution in ml. Mass of solute നമുക്ക് 6.3 ആണ്. ബൈ ഓക്സാലിക് ആസിഡിൻ്റെ മോളാർ മാസ് കാണുമ്പോൾ 2 ഹൈഡ്രജന് 2 കാർബൺ 24, 4 ഓക്സിജൻ വരുമ്പോഴേക്ക് 64, 2 വാട്ടർ വരുമ്പോഴേക്ക് 36, 6 4 10, 16 ഒന്ന് ബാക്കി, 6 4 10, 126, 250 ml. So this is 4, this is 20, this is 2 by 10, which is equal to 0.2. So 0.2 mole per liter ആണ് എന്ന് നമുക്ക് കിട്ടി, or that is equal to 20 into 10 raised to minus 2 mole per liter, right? അതുകൊണ്ട് ആൻസർ should be 20. കാരണം x എന്ന് പറയുന്ന ഭാഗത്ത് 20 എന്നായിരിക്കും നമുക്ക് വരുന്നത്. Ready? See the next question. The resistance of conductivity cell containing 0.01 molar KCl solution at 298 Kelvin is 1750 ohm. Resistance തന്നിരിക്കുന്നു. Conductivity of the same molar KCl solution is 0.152 into 10 raised to minus 3 Siemens centimeter inverse. What is the cell constant of the conductivity cell? അപ്പോൾ നമുക്കത് കിട്ടേണ്ടത് 10 raised to minus 2 centimeter inverse ലാണ് നമുക്കത് കിട്ടേണ്ടത്. So the idea is very simple. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. Cell constant is equal to conductivity into resistance ആണ്. തൊട്ട് മുന്നേ സെക്ഷൻ എയിൽ ചെയ്തതിന് സിമിലർ ടൈപ്പ് ചോദ്യമാണ്, ബട്ട് ഇൻഡിജർ ടൈപ്പ് ആയിരുന്നു മാത്രം. So this is 0.152 into 10 raised to minus 3 Siemens centimeter inverse into 1750. അപ്പോൾ എനിക്ക് ആക്ച്വലി 10 raised to minus 2ൻ്റെ ടേമിൽ നമുക്ക് കിട്ടേണ്ടത് കൊണ്ട് ഞാൻ 10 raised to minus 2 ഇൻറ്റു 175 ഇൻറ്റു 0.152 എന്ന് നമുക്ക് എഴുതാം. സോ ഇത് ഡയറക്റ്റ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓർ ഇറ്റ് ക്യാൻ ബി 15.2 ഇൻറ്റു 1.75 എന്ന് പറഞ്ഞാൽ 1.25 എന്ന് പറഞ്ഞാൽ 7/4. അപ്പോൾ എനിക്കിത് രണ്ടായിട്ടും 7.6 ആയിട്ട് ചെയ്യാം, ഓർ ഇറ്റ് ഈസ് 3.8 ആയിട്ട് നമുക്കത് ചെയ്യാം. സോ യു ഗെറ്റ് 3.8 ഇൻറ്റു 7 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു, സോ ദാറ്റ് ഈസ് 26.6 into 10 raised to minus 2 ആയിരിക്കും നമുക്ക് ആൻസർ വരിക. അപ്പോൾ നമുക്ക് വേണ്ടത് സബ് ഡാഷ് ഇൻറ്റു 10 raised to minus 2 ആണ്. അതുകൊണ്ട് നമ്മളുടെ ആൻസർ 26.6 ആണ്. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 27 എന്ന് നമ്മൾ ആൻസർ എഴുതണം. അത് വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 27 ആൻസർ കിട്ടും. An aqueous KCl solution of density 1.20 gram per ml has a molarity of 3.30 mole per kilogram. What is the molarity? So the relation between density, molarity and molality directly use ചെയ്യാം. Density is equal to വല്യമ്മ into mb by 1000 plus 1 by കുഞ്ഞമ്മ, right? So this is our relation. Density 1.20 is equal to molarity കണ്ടുപിടിക്കണം. mb 74.5 by 1000 is 0.0745 plus 1 by 3.3, which is equal to m into 0.0745 plus 1 by 3.3 എന്ന് പറയുന്നത് 0.3 ആയിരിക്കും. So that is equal to 0.3745 molarity. Therefore molarity is equal to 1.20 by 0.3745, or it is 12 by 3.745 അഥവാ 3.75 എന്ന് എഴുതാം, 3.4 എന്ന് എഴുതാം, which is 12 by 1/4 ചെയ്യുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്ന എത്രയാ? 3.4 അല്ലേ, 15/4 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതിനെ 15/4 എന്ന് ഞാൻ എഴുതുന്നു. 3 12, 3 15, സോ 4 16/5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3.20. അപ്പോൾ എനിക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ദിസ് ഈസ് molarity is 3.20 മോൾ പെർ ലിറ്റർ ആണ്. ആൻഡ് ഞാൻ അതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ആൻസർ 3.2നെ 3 ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യണം. യുവർ ആൻസർ ഈസ് ദിസ്. The molar conductivities at infinite dilutions of barium chloride, sulfuric acid, hydrochloric acids are 280, 860 and 426 Siemens centimeter square mole raised to -1 respectively. The molar conductivity at infinite dilution of barium sulfate is
സംതിങ് ഇൻറ്റു 10 സ്ക്വയർ Siemens centimeter square mole raised to -1. അപ്പോൾ എന്തായാലും മറ്റ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് തന്നിട്ട് മറ്റ് ഒരാളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ബേരിയം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേരിയം ആവശ്യമുണ്ട്. സോ ലെറ്റ് us take ബേരിയം ക്ലോറൈഡ്. സൾഫേറ്റിൽ നിന്ന് എനിക്ക് സൾഫ്യൂരിക് ആസിഡ് എടുക്കാം. അപ്പോൾ ബേരിയം സൾഫ്യൂരിക് ആസിഡും കിട്ടി. പക്ഷേ 2 ഹൈഡ്രജനും 2 ക്ലോറിനും എക്സ്ട്രാ ആണ്. അതുകൊണ്ട് ഞാൻ HCl 2 HCl മൈനസ് ചെയ്യണം. സോ ഓൾവേസ് റിമെമ്പർ, ഇവിടെ തന്നിരിക്കുന്നതൊക്കെ മോളാർ കണ്ടക്ടിവിറ്റീസ് ആണ്. അതുകൊണ്ട് നമ്പർ ഓഫ് മോൾസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ്. Hence, limiting molar conductivity of barium sulfate is equal to limiting molar conductivity of barium chloride plus sulfuric acid minus 2 HCl. 426 into 2 എന്ന് പറയുമ്പോഴേക്കും 1 6 6 12 2 4 1 5. Yes. So that is equal to 280 plus 8, which is equal to 288. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 288 ആണ്. പക്ഷേ എനിക്ക് ആൻസർ വേണ്ടത് ഇൻറ്റു 10⁻²2 ടേംസിലാണ്. സോ ദിസ് ഈസ് 2.88 ഇൻറ്റു 10⁻²2 Siemens centimeter square mole raised to -1 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് 2.8 which is rounded off to as 3. അതുകൊണ്ട് 3 ആണ് ഇവിടെ ഇൻറ്റിജർ വരിക. The vapor pressure of two volatile liquids A and B at 25 degrees Celsius. രണ്ട് പേരുടെ വേപ്പർ പ്രഷേഴ്സ് നമുക്ക് തന്നിരിക്കുന്നു. P0A is 50 torr, P0B is 100 torr, and if the liquid mixture contains, liquidil നമ്മുടെ mole fraction of A 0.3 ആണ്. അപ്പോൾ B obviously 1 എന്ന് മൈനസ് ചെയ്താൽ 0.7 ആയിരിക്കും. എങ്കിൽ നമുക്ക് ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാം. P0A chi A which is 50 into 0.3 plus P0B chi B 100 into 0.7. So that is 15 plus 70 is equal to 85. Total pressure 85 torr ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോൾ ഫ്രാക്ഷൻ ഓഫ് ലിക്വിഡ് ബി ഇൻ ദ വേപ്പർ ഫേസ് ഈസ് x/17. x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ടുപേരെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള സൊല്യൂഷനകത്തുള്ള മോൾ ഫ്രാക്ഷൻസിനെയാണ് കൈ എ കൈ ബി എന്ന് വിളിക്കുന്നത്. സൊല്യൂഷന് പുറത്തുള്ള വേപ്പർ പ്രഷറുള്ള മോൾ ഫ്രാക്ഷനെ YA YB എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ ഡാൾട്ടൺസ് ലോ പ്രകാരം പാർഷ്യൽ പ്രഷർ ഓഫ് ബി എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ഇൻറ്റു ആ വേപ്പർ സ്റ്റേറ്റിലുള്ള മോൾ ഫ്രാക്ഷൻ ആണ് YB. റാൾസ് ലോ പ്രകാരം പാർഷ്യൽ പ്രഷർ ഓഫ് എ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ബി ഈസ് P0B ഇൻറ്റു കൈ ബി. ശരിയല്ലേ? അപ്പം ഡാൾട്ടൺസ് ലോയിലെയും റാൾസ് ലോയും പ്രകാരമുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് ബി എ നമ്മൾ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നു. ടോട്ടൽ പ്രഷർ 80. അപ്പോൾ YB നമുക്ക് കണ്ടുപിടിക്കാം. YB ആണ് കണ്ടുപിടിക്കേണ്ടത്. വേപ്പർ ഫേസിൽ ഇരിക്കുന്ന ആളെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഈസ് P0B കൈ ബി. P0B കൈ ബി എത്രയാ? 100 into 0.7, 70/85. Or that is equal to, ഞാൻ 85 എന്ന് പറയുന്നത് 85/17 ചെയ്ത് 735 3. യെസ്. അപ്പോൾ 85നെ 17 into 5 എന്ന് എഴുതാം. 70യെ നമ്മൾ 5ന്റെ ടേംസിലേക്ക് എഴുതുമ്പോൾ 14 into 5 എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 14/17. അപ്പോൾ ആൻസർ എന്തായിരിക്കണം? 14. കാരണം x/17 ഫോർമാറ്റിലാണ് എഴുതേണ്ടത്. x ആണ് ചോദ്യം. എക്സിൻ്റെ അവിടെ നമുക്ക് 14 എന്ന് പറയാം. ദാറ്റ് ഈസ് യുവർ ആൻസർ. ഫോർ എ സെൽ Cu2 plus 0.001 molar Ag plus 0.01 molar Ag, the cell potential is found to be 0.43 voltage at 298 Kelvin. The magnitude of the standard reduction potential for Cu2 plus bar Cu is something into 10⁻⁻² volt. അതിൽ Ag plus bar Ag യുടെ വാല്യൂ നമുക്ക് 0.80 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. 2.303 RT/Fന് 0.06 എന്ന് എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. നമുക്കിതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ യു നോ വെൻ an equation or a representation is given, നമുക്ക് അതിൽ നിന്നും നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ വേണ്ടി സാധിക്കും. എങ്ങനെ എഴുതും? E cell is equal to E0 cell minus 0.06/n log product by reactant. അപ്പോൾ പ്രോഡക്റ്റിൽ ഇവിടെ Cu2 plus ഉണ്ട്. ബൈ റിയാക്റ്റൻറ്റിൽ 2 Ag+ വരണേ. അത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. കാരണം 2 ഇലക്ട്രോണുകളാണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നിൻ്റെ അവിടെ 2 എന്ന് കൊടുക്കാം. Cu2+ ആകുന്ന സമയത്ത് 2 ഇലക്ട്രോണുകൾ പോവുമല്ലേ? അപ്പോൾ Ag+ നമുക്കത് ബാലൻസ് ചെയ്യണമെങ്കിൽ 2 Ag+ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് Cu2+ ബൈ റിയാക്റ്റൻറ്റിൽ Ag+² എന്ന് എഴുതാൻ നമ്മൾ നിർബന്ധിതരാണ്. E0 സെല്ല് നമുക്ക് തന്നിട്ടുണ്ട്. 0.43 ഈസ് ഈക്വൽ ടു
E0 cell minus 0.03 log Cu2 plus in the concentration 10 raised to minus 3 by Ag plus 10 raised to minus 2 ആണ് അതിന്റെ square 10 raised to minus 4. അപ്പോൾ ഇത് log 10 ആവും. log 10 1 ആണ്. Therefore E0 cell is equal to 0.43 എന്ന് നമുക്ക് കിട്ടും. ശരിയല്ലേ? 0.43 plus 0.03 which is equal to 0.46. ഇതാണ് E0 cell. E0 cell എന്ന് പറയുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, കാഥോഡിൻ്റെത് മൈനസ് ആനോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ഇവിടെ കാഥോഡ് ആരാ യൂസ് ചെയ്തത്? കാഥോഡ് രണ്ടാമത് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ E0 cell എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിൽവർ മൈനസ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ആണ്. അതാണ് 0.46. എങ്കിൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ എന്ന് പറയുന്നത് Ag മൈനസ് 0.46 ചെയ്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു 0.34. അപ്പോൾ കോപ്പറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടു 0.34 വോൾട്ടേജ് ആണ്. പക്ഷെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിതിനെ 0.34 വോൾട്ടിനെ നമുക്ക് 34 into 10 raised to minus 2 എന്ന് എഴുതാം. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് 34 ആണ്. ബിക്കോസ് സംതിങ് ഇൻറ്റു 10 raised to minus 2 എന്നാണ് എഴുതേണ്ടത്. സോ കോപ്പറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈസ് ഇറ്റ് ക്ലിയർ? വളരെ എളുപ്പമാണ്. നോൺസ്റ്റിക്കേഷൻ അപ്ലൈ ചെയ്യുന്നു, E0 സെല്ല് കണ്ടുപിടിക്കുന്നു, അതിന് നമ്മൾ നമ്മുടെ ആനോഡ് ആയിരിക്കുന്ന കോപ്പറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നു. സോ യുവർ ആൻസർ ഷുഡ് ബി 34. 150 gram of acetic acid was contaminated with 10.2 gram of ascorbic acid. Acetic acidൽ കുറച്ച് ascorbic acid വന്നു. അപ്പോൾ acetic acid ആണ് സോൾവെന്റ്. അത് കണ്ടാമിനേറ്റ് ചെയ്തിരിക്കുന്ന ascorbic acidനെ സൊല്യൂട്ട് ആയിട്ട് പരിഗണിക്കണം. To lower its freezing point by x into 10 raised to minus 1 degree Celsius. The value of x ആണ് കണ്ടുപിടിക്കേണ്ടത്. KF ഒക്കെ നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്നു. അപ്പോൾ ഈ കേസ് നിങ്ങൾ പരിഗണിക്കുമ്പോൾ ഡെൽറ്റ ടി എഫ് വെച്ചുള്ള ഇക്വേഷൻ നമ്മൾ ചെയ്യണം. ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം ആണ്. ഡെൽറ്റ ടി എഫ് ആ കണ്ടുപിടിക്കേണ്ടത്. അതിലുള്ള എക്സ് ആണ് നമുക്ക് അറിയേണ്ടത്. ഐ എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കണം, ബിക്കോസ് അതിൻ്റെ ഡിസോസിയേഷൻ ഒന്നും നമ്മൾ പരിഗണിക്കേണ്ടതില്ല, വീക്കാണ്, ഓർഗാനിക് ആണ്. KF 3.9. മൊളാലിറ്റി എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് 10.2 gram ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ്. അതിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ ടി എഫ് 1.50 എന്ന് കിട്ടും. എങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 15 into 10 raised to minus 1. സോ യുവർ ആൻസർ ഷുഡ് ബി 15. അവിടെ ലോവർ ചെയ്തിരിക്കുന്നത് x into 10 raised to minus 1 degree Celsius എന്നാണ്. അപ്പം 1.5 degree Celsius അഥവാ 15 into 10 raised to minus 1 degree Celsius ആണ്. x എന്ന് പറയുന്നത് നമുക്ക് 15 ആയിട്ട് എടുക്കാം. The cell potential for the given cell at 298 Kelvin. നമുക്കൊരു സെല്ല് തന്നിരിക്കുകയാണ്. ആനോഡായിട്ട് നമ്മുടെ ഷീ ഉണ്ട്, കാഥോഡായിട്ട് കോപ്പറിനെ യൂസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ നമുക്ക് തന്നിരിക്കുന്നു. E0 സെൽ അല്ല, ഈ സെൽ ഈസ് ഗിവൺ. സെൽ പൊട്ടൻഷ്യൽ 0.31. The pH of the acidic solution, pH 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം pH നെഗറ്റീവ് ലോഗ് H+ ആണ്. അപ്പോൾ H+ കോൺസെൻട്രേഷൻ എത്രയാ? 10 raised to minus 3. Whereas the concentration of Cu2 plus is 10 raised to minus x. What is x? അപ്പോൾ നമ്മൾ ലിറ്ററലി Cu2 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്കറിയാവുന്ന ഇക്വേഷൻ ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.06 ബൈ ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് Cu2 പ്ലസ് Cu ആകുമ്പോൾ 2 ആണ്. അപ്പോൾ H2 2H+ ആയിട്ട് മാറണം അല്ലേ? ലോഗ് പ്രോഡക്റ്റ് ബൈ പ്രോഡക്റ്റിൽ H+ സ്ക്വയർ വേണ്ടേ? കാരണം എന്താ? നമ്മൾ പ്രോഡക്റ്റ് എഴുതുമ്പോൾ H2 2H+ പ്ലസ് 2 ഇലക്ട്രോൺ ആയിട്ട് എഴുതണം. അതുകൊണ്ട് H+ സ്ക്വയർ ബൈ റിയാക്റ്റൻറ്റ് Cu2+. ഇതാണ് കിട്ടുന്നത്. ഈ സെൽ എത്രയാണ്? 0.31 ഇസ് ഈക്വൽ ടു E0 സെൽ എത്രയാണ്? E0 സെൽ എന്ന് പറയുന്നത് കാഥോഡിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിൻ്റെ ആണ്. ആനോഡ് ഇവിടെ ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് കാഥോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മാത്രം നമ്മൾ എടുത്താൽ മതി. ശരിയല്ലേ? അപ്പോൾ എനിക്കിവിടെ E0 സെൽ എന്ന് പറയുന്നത് കോപ്പറിൻ്റെത് മൈനസ് ഷീയുടേതാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0.34 മൈനസ് 0.03 ബൈ ലോഗ് H+ സ്ക്വയർ ബൈ Cu2+. അപ്പോൾ നമുക്കറിയാം ഈ ടേമിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 0.03 ലോഗ് H+ സ്ക്വയർ by Cu2+ is equal to 0.34 minus 0.31 which is 0.03. അപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്ന കാര്യം എന്താ? ലോഗ് H+ സ്ക്വയർ ബൈ Cu2+ is equal to 1. 1 എന്ന് പറയുന്നത് ലോഗ് 10 ആണ്. അപ്പോൾ എനിക്ക് H+ സ്ക്വയർ
by Cu2 plus is equal to 10 എന്ന് പറയാം. കാരണം രണ്ട് ഭാഗത്തുള്ള ലോഗിനെ മാറ്റി നിർത്തിയാൽ ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്താ? H plus square by Cu2 plusനെ 10 എന്ന് വിളിച്ചു. H plusന്റെ കോൺസെൻട്രേഷൻ ഓൾറെഡി നമ്മൾ കണ്ടു 10 raised to minus 3 ആണ്. So this is 10 raised to minus 6 by Cu2 plus is equal to 10. Or Cu2 plus is equal to 10 raised to minus 6 by 10 which is equal to 10 raised to minus 7. അപ്പോൾ Cu2 plusനെ 10 raised to minus x എന്ന് എഴുതാനാ പറഞ്ഞേ, എങ്കിൽ xന്റെ വാല്യൂ 7 ആണ്. സോ ദ ഇൻഡിജർ there should be 7. ഇത് വളരെ ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 2 gram of non-volatile non-electrolyte solutes are dissolved in 200 gram of two different solvents. രണ്ട് സോൾവെന്റുകളെ നമ്മൾ എടുത്തിരിക്കുകയാണ്, എയും ബിയും. അതിൽ ഒരേ സൊല്യൂട്ടിനെ നമ്മൾ ആഡ് ചെയ്യുന്നു, ഒരേ മാസ് ഓഫ് സോൾവെന്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇതിൻ്റെ മൊളാലിറ്റി എടുക്കുമ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് സെയിം ആണ്, മാസ് ഓഫ് സോൾവെന്റ് സെയിം ആണ്, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് സെയിം ആണ്. സോ മൊളാലിറ്റി രണ്ടിനും സെയിം ആയിരിക്കും. വിത്ത് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻസ് ഇൻ ദ റേഷ്യോ, ആദ്യത്തതിൻ്റെ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റും 1 ആണെങ്കിൽ രണ്ടാമത്തതിൻ്റെ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് 8 ആണ്, ഓർ അവരുടെ റേഷ്യോ 1:8 ആണ്. The elevation in boiling points of A and B are in the ratio x:y. What is the value of y? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇവരുടെ ഡിപ്രഷൻ ഓർ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് കൺസിഡർ ചെയ്താൽ ഡെൽറ്റ ടി ബിയുടെ റേഷ്യോ ആണ് x:y. ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് I × KB × M ആ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൊളാലിറ്റി രണ്ട് സൊല്യൂഷനും സെയിം ആണ്. I എന്ന് പറയുന്നത് സോൾവെന്റ് രണ്ടിലും അല്ലേ, സോൾവെന്റിന്റെ കേസിൽ I നമ്മൾ സെയിം ആയിട്ട് എടുക്കണം, കാരണം അത് സൊല്യൂട്ടാണ്, സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആണ്, I1 ആണ്. അപ്പോൾ ഡെൽറ്റ ടി ബിയെ തീരുമാനിക്കുന്നത് KB മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ ടി ബി 1 by ഡെൽറ്റ ടി ബി 2 ഈസ് ഈക്വൽ ടു KB1 by KB2 വിച്ച് ഈസ് ഈക്വൽ ടു KB1 by KB2 എന്നുള്ളത് 1/8 ആണ്. അതുകൊണ്ട് ഡെൽറ്റ ടി ബി 1 by ഡെൽറ്റ ടി ബി 2 1/8 തന്നെ. ഇറ്റ് ഈസ് 1:8 ഓൺലി. അപ്പോൾ x:y എന്ന് പറയുന്നത് 1:8 ആണ്. അതുകൊണ്ട് അവിടെ y-യുടെ വാല്യൂ നമ്മൾ 8 ആയിട്ട് തന്നെ എടുക്കണം. സോ യുവർ ആൻസർ വിൽ ബി 8. For given reactions Sn2 plus 2 electron giving Sn and Sn4 plus 4 electron, അത് നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇലക്ട്രോൺസ് 4 വേണമെന്നുള്ളത് അറിയാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് തന്നിരിക്കുന്നു, രണ്ടുപേരുടെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. The magnitude of standard electrode potential for this Sn4 plus Sn2 plus ആകാൻ നമുക്ക് എത്ര വേണമെന്ന ചോദ്യം. ഇത് സെക്ഷൻ എയിൽ കണ്ട് സിമിലർ ആയിരിക്കുന്ന ഒരു ചോദ്യമാണ്. ബിക്കോസ് രണ്ട് ഹാഫ് സെല്ലുകളുടെ E0 വാല്യൂ തന്നിട്ട് ആ രണ്ടിൽ നിന്നും നമ്മൾ മൂന്നാമതൊരു ഹാഫ് സെല്ലിനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. മൂന്നാമതൊരു സെല്ലല്ല, മൂന്നാമതൊരു ഹാഫ് സെല്ലിനെ ഉണ്ടാക്കിയെടുത്തു. ഞാൻ ഇതിനെ ഇക്വേഷൻ 1 എന്നും 2 എന്നും ഉണ്ടാക്കേണ്ട ഇക്വേഷന് 3 എന്നും വിളിക്കാം. എങ്ങനെയാണ് നമുക്ക് 3 കിട്ടുക? Sn4 പ്ലസ് വേണം, അത് ലെഫ്റ്റ് സൈഡില്ല. അപ്പോൾ Sn4 പ്ലസിലെ രണ്ടാമത്തെ ഇക്വേഷൻ അതുപോലെ എടുക്കുന്നു. എന്നാൽ Sn2 പ്ലസ് നമുക്ക് റൈറ്റ് സൈഡിൽ പ്രോഡക്റ്റ് സൈഡിൽ വേണം. ഫസ്റ്റ് ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിലല്ലേ ഉള്ളത്, നമുക്ക് റൈറ്റ് സൈഡിലാക്കണ്ടേ. അപ്പം ഞാൻ -1 ചെയ്യണം. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷനെ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാഫ് സെല്ല് ഉണ്ടാവുന്നത്. അപ്പം അറിയാം ഡെൽറ്റ G3 ഈസ് ഈക്വൽ ടു ഡെൽറ്റ G2 മൈനസ് ഡെൽറ്റ G1, അഥവാ N3E3 ഈസ് ഈക്വൽ ടു N2E2 minus N1E1, similar type. Or E3 is equal to N2E2 minus N1E1 divided by N3. ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നു. N2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇക്വേഷനിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 4 ഇൻറ്റു അയാളുടെ E0 വാല്യൂ 0.010 മൈനസ് N1 2 ഇലക്ട്രോൺ ഇൻറ്റു അതിൻ്റെത് -0.140 ബൈ N3 എന്ന് പറയുന്നത് 2 ഇലക്ട്രോണിൻ്റെ ചേഞ്ച് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0.0210 പ്ലസ് 0.140 വിച്ച് ഈസ് ഈക്വൽ ടു 0.161. ശരിയല്ലേ? 0.160 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. റെഡി? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് എഴുതുമ്പോൾ നമുക്ക് ഓൾറെഡി ആൻസർ ആയി കഴിഞ്ഞു. ബട്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഡിജർ ടൈപ്പിൽ നമുക്ക് സംതിങ് ഇൻറ്റു 10⁻² എന്നാണ് തന്നത്. സോ ദിസ് ഈസ് 16 × 10⁻² എന്ന് വരും. അതുകൊണ്ട് നമ്മുടെ ആൻസർ എത്ര വരണം? ഇറ്റ് ഷുഡ് ബി 16. യുവർ ആൻസർ വിൽ ബി 16 ഓൺലി. ഓക്കെ, 16 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഡൺ. സോ ഇതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എല്ലാം വളരെ സിമ്പിൾ ആയിരിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് വെൽ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.